ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് അമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ അല്ല കേട്ടോ ഇപ്പോൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചലഞ്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ബീഫും അതേപോലെ ചപ്പാത്തിയും ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ വീഡിയോയ്ക്ക് സൗണ്ട് കുറവാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, എനിക്ക് പൊതുവേ സൗണ്ട് കുറവാണ്. അപ്പോൾ ഞാൻ ഭയങ്കര സൗണ്ടിലാണ് പറയുക, എന്നാലും സൗണ്ട് കുറവാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം. ഞാൻ പുതിയൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്താം. ആ മൈക്ക് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. എനിക്ക് തോന്നിയത് നല്ല സൗണ്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ എന്താണെന്നുള്ളത്, സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്, നല്ല ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് പറയണം കേട്ടോ. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ 772 രൂപയാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടൊരു 12 ദിവസം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ മാത്രമേ ഈ മൈക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം സ്ട്രെയിൻ എടുത്ത് പറയേണ്ട ഒരിത് വന്നിട്ടില്ല ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. നല്ല സൗണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബാറ്ററി ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നല്ല ലെങ്ത് ഉള്ളതിനെ കൊണ്ട് നമുക്ക് കുറേ ദൂരെ വരെ ഇത് ഇപ്പോൾ ക്യാമറ വെക്കുകയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയിട്ട് ബീഫൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അമ്മു താഴെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി നോക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ബീഫ് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്ത് വരട്ടിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കുറേ ആയി എല്ലാവരും ഇങ്ങനെ, എല്ലാവരും എന്നല്ല, കുറച്ച് ആൾക്കാരെങ്കിലും ചോദിക്കാറുണ്ട് കുക്കിംഗ് വീഡിയോസ് ഇട്ടൂടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ബീഫ് വരട്ടുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം. അമ്മ ചപ്പാത്തി വരത്തിയിട്ട് ഇവിടെ ഇന്ത്യൻ്റെ മാപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അമ്മ നല്ലോണം റൗണ്ടിൽ വന്നിട്ടോ. എനിക്ക് ഇത്രയും റൗണ്ടിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും ചപ്പാത്തിയൊക്കെ എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് അടുത്ത വീഡിയോയിലാണ് കാണിക്കാൻ പോകുന്നത്, ഇത്രയും ചപ്പാത്തിയൊക്കെ എന്തിനാണ് എന്നുള്ളത്. അടുത്തതായിട്ടുള്ളത് നമ്മളെ ബീഫാണ്. ഇത് ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടൊക്കെ കിട്ടിയതാണ്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിട്ടൊക്കെ ഇത് സാധാരണ കിട്ടലില്ല. അപ്പോൾ ഇന്ന് നമുക്ക് 1 കിലോ ബീഫാണിത് കേട്ടോ. ഇതിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെക്കണം. അതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വേറെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ ഇന്ന് രണ്ട് ചെറിയ കുട്ടികൾ ഇരുന്നിട്ട് മറ്റേ ആ ബബിൾ റാപ്പില്ലേ, അതിൻ്റെ ബബിള് പൊട്ടിച്ച് കളിക്കുകയാണ്. എനിക്കും വെക്കണേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ട്രൈപോഡ് വാങ്ങിയിട്ട് പൊട്ടിപ്പോയത്, അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറൊരു പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കണം. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കണം. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ മുന്നേ നമുക്ക് മറ്റേ കാര്യങ്ങൾ റെഡിയാക്കാം. ആ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അയ്യോ, സാനിറ്റൈസർ കവർ തൊട്ട്. അപ്പോൾ ബീഫ് കട്ട് ചെയ്യാൻ വെക്കാം കേട്ടോ. ബീഫ് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് പിന്നെ ഞാൻ മഞ്ഞളിട്ടിട്ടാണ് ഇത് കഴുകിയെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും അതേപോലെ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ്. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു. പിന്നെ അത്രമാത്രം വെന്താൽ മതി കേട്ടോ. പിന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി വേണം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം വേണ്ടത് മീറ്റ് മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് ഇതുപോലെ ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണ്ട. എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക്
നന്നായിട്ട് ഇളക്കി അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആവട്ടെ. എനിക്ക് വീണ്ടും നമുക്കൊന്ന് ഇളക്കിയിടാം. പിന്നെ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയണം എന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ലൈവ് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ലൈവ് ഓപ്ഷൻ കിട്ടിയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇന്ന് ലൈവ് വന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഒന്നിലും ലൈവ് പോയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ എങ്ങനെയായിരിക്കും ലൈവ് എന്നൊക്കെ ഉള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എന്ത് ചെയ്യണം, നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇന്ന് സമയം അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വലിയുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ബീഫും എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് വരട്ടിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ അവിടെ വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എന്തായാലും കുറച്ച് ഇടണം. പിന്നെ ബീഫിലുള്ള ഉപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നല്ല എരിവുണ്ട്, നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ടതാണ്. അപ്പം നോക്കാം, കളറിനൊക്കെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളകൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം, എരിവ് വേണ്ടവർക്ക് കേട്ടോ. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ കുക്കറിലുള്ള, അപ്പം ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ഒഴിക്കാം. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒഴിക്കണം, അത് ബീഫ് ഇട്ടതിന് ശേഷമാണ് ഒഴിക്കേണ്ടത്. ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുനാരങ്ങ കൂടെ ഒഴിക്കാനുണ്ട്. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മളെ ബീഫ് ഇതിലേക്ക് തട്ടാൻ പോവാണ്.
ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് നമ്മളെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. ബാക്കി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കില്ല. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കുക. എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മളുടെ ഫുഡ് ചലഞ്ച് വീഡിയോ എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നിർത്താം അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.